ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം, കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കണ്ണൂർ ജില്ലയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് HMC മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. സർക്കാർ അംഗീകൃത ഫാർമസിസ്റ്റ് ട്രെയിനിങ് ഇൻ ആയുർവേദ കോഴ്സും അക്കൗണ്ട്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നവംബർ 10 രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ അഭിമുഖം നടത്തും. പങ്കെടുക്കുന്നവർ നിങ്ങളുടെ മേൽവിലാസം, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പരീക്ഷാ വിഭാഗത്തിൽ ക്യാമ്പ് അസിസ്റ്റന്റിന് ദിവസവേതനാടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് നിയമിക്കുന്നുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ നവംബർ 11 രാവിലെ 10 മണിക്ക് സ്ഥാപനത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ശാസ്താംകോട്ട അംബേദ്കർ സാംസ്കാരിക പഠന കേന്ദ്രത്തിൽ മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. അപേക്ഷകർ +2 യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ശാസ്താംകോട്ട അംബേദ്കർ സാംസ്കാരിക പഠന കേന്ദ്രത്തിന് 2 കിലോമീറ്റർ ചുറ്റളവിലെ സ്ഥിര താമസക്കാരായിരിക്കണം. നവംബർ 10 രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്തിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് ഓഫീസിന് കീഴിലുള്ള വനിതാ സെല്ലിലെ ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലറുടെ ഒഴിവിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, മേൽവിലാസം, ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ ജില്ലാ പോലീസ് മേധാവി, ജില്ലാ പോലീസ് ഓഫീസ്, കൊല്ലം റൂറൽ, കൊട്ടാരക്കര, പിൻ നമ്പർ 691506 എന്ന വിലാസത്തിൽ നവംബർ 13 ലഭ്യമാക്കണം. അപേക്ഷയുടെ കവറിന് പുറത്ത് കൗൺസിലറെ നിയമിക്കുന്നതിനുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ കേപ്പ് നഴ്സിംഗ് കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിൽ മേട്രൺ കെയർടേക്കർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ മാനേജ്മെന്റ്, വിദ്യാർത്ഥി ക്ഷേമ പരിശീലനം, റെസിഡൻഷ്യൽ കെയർ തുടങ്ങിയ മേഖലകളിൽ അനുഭവ പരിചയമുള്ള ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. വിദ്യാഭ്യാസ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തി ഒരു സെറ്റ് കോപ്പികൾ എന്നിവയുമായി നവംബർ 11 രാവിലെ 11 മണിക്ക് കേപ്പ് നഴ്സിംഗ് കോളേജിൽ ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ ഓഫീസ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫുൾ ടൈം സ്വീപ്പർക്കും സാനിറ്ററി വർക്കർമാരുടെ നിലവിലുള്ള ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് നവംബർ 11 അഭിമുഖം നടക്കും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി രാവിലെ 10 കോളേജ് ഹോസ്റ്റൽ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലാ വാട്ടർഷെഡ് സെൽക്കം ഡാറ്റാ സെന്ററിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ടെക്നിക്കൽ എക്സ്പെർട്ട് തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. നവംബർ 11 ഉച്ചയ്ക്ക് 2:30 ജില്ലാ വികസന കമ്മീഷണറുടെ ചേംബറിലാണ് അഭിമുഖം. അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോയിൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിരുദവും, സോയിൽ അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ ഡ്രൈലാൻഡ് ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ വാട്ടർഷെഡ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളൊന്നിൽ പ്രവൃത്തി പരിചയമോ ഗവേഷണ പരിചയമോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ഫോട്ടോ ഉൾക്കൊള്ളുന്ന ബയോഡാറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നവംബർ 11 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ വികസന കമ്മീഷണറുടെ കാര്യാലയത്തിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ ആർപ്പൂക്കര മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യതയുള്ളവർ നവംബർ 10 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഗവൺമെന്റ് ITI ക്യാമ്പസിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സിസ്റ്റം സ്ഥാപനത്തിൽ അഡ്വാൻസ്ഡ് വെൽഡിംഗ് ട്രേഡിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. വെൽഡർ ട്രേഡിൽ NCVT അല്ലെങ്കിൽ NIC സർട്ടിഫിക്കറ്റും 7 വർഷത്തെ പ്രവർത്തന പരിചയവും അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും പ്രസ്തുത മേഖലയിൽ 5 വർഷം പ്രവർത്തന പരിചയവും അല്ലെങ്കിൽ
അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും പ്രസ്തുത മേഖലയിൽ 2 വർഷ പ്രവർത്തന പരിചയവുമാണ് യോഗ്യത. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ 11 രാവിലെ 11 മണിക്ക് AVTS പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.